മക്കാ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്ന ആയത്തുകൾ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് ചിലർ ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ഈ പറഞ്ഞുതരാൻ. മക്കയിലെ മുശ്രിക്കുകൾ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവർ പറഞ്ഞു, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഈ പറയുന്ന ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശുപാർശകരാണ്. അതേ വാദങ്ങൾ പറയുന്നത്, അതേ വാദമാണ് നിങ്ങൾ പറയുന്നത്. ആ വാദം നിങ്ങൾ പറയുമ്പോൾ ആ ആയത്തിൽ ഏതായിട്ട് ഉള്ളത്? സൂറത്തുൽ സുമറിൽ അല്ലാഹു പറഞ്ഞു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഞങ്ങൾ ഈ പറഞ്ഞ ആരാധ്യന്മാരെ ആരാധിക്കുന്നത് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും ഈസാ നബിയെയും ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ ഇവർ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ വാക്കല്ല, ഖുർആനിലെ വാക്കൽ. മക്കയിലെ മുശ്രിക്കുകൾ അവർ അവരുടെ ആരാധ്യ വസ്തുക്കളെ ആരാധിച്ചിരുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പത്തിരിക്കാൻ വേണ്ടിയാണ്. അതേ പരിപാടി നിങ്ങൾ ചെയ്താൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് ബാധകമായ ആയത്തുകൾ നിങ്ങൾക്കും ബാധകമാകുന്നതാണ്. ഖുർആൻ മരിച്ചുപോയ മക്കയിലെ മുശ്രിക്കുകൾക്ക് മാത്രം അവതരിച്ചതല്ല, അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്കുള്ളതാണ്. അവർക്ക് സംഭവിച്ച പിഴവ് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഓർമ്മപ്പെടുത്തിയത്. എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഈ വിഷയം ഗൗരവത്തിലെടുക്കണം.